അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് 3-ാം ക്ലാസ്സിലെ അൽ ഫിഖ്ഹുൽ ഇസ്ലാമി എന്നുള്ള വിഷയത്തിൽ വന്ന ചോദ്യപേപ്പറുകളാണ് നമ്മൾ നോക്കുന്നത്. 2025, 2024 വർഷങ്ങളിൽ എന്തൊക്കെ ചോദ്യപേപ്പറുകളാണ് വാർഷിക പരീക്ഷയ്ക്ക് വന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടോളൂ. ഒരുപാടധികം ഉപകാരപ്പെടും. കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് ഒരുങ്ങാൻ ഒരുപാടധികം പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള വീഡിയോ ആണ്. അപ്പോൾ മുഴുവനായിട്ടും കാണുക. ഇത്തരത്തിലുള്ള മദ്രസയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമുക്ക് വരിക കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക എന്നുള്ള ചോദ്യങ്ങളായിരിക്കും. നമുക്ക് ഓരോന്ന് വായിച്ച് നോക്കാം. ഈ രൂപത്തിൽ 10 ചോദ്യങ്ങളാണ് നമുക്കൊരു പേപ്പറിൽ ഉണ്ടാവും കേട്ടോ. വായിച്ച് നോക്കാം. റമളാനിൽ ഈ നാളുകൾ നരകമോചനത്തിൻ്റേതാണ്. ഏതാണ്? ആദ്യത്തെ 10, നടുവിലത്തെ 10, അവസാനത്തെ 10 അല്ലേ? 3 10കൾക്കും ഓരോ സംഗതികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഏതാണ് നരകമോചനത്തിൻ്റെ 10 എന്നുള്ളതാണ്, അവസാനത്തെ 10 എന്നുള്ളതാണ് ശരി ഉത്തരം അല്ലേ? അടുത്ത ചോദ്യം നിസ്കാരത്തിൻ്റെ ഫർളുകളിൽ പെടാത്തതാണെന്നുള്ളതാണ് ചോദ്യം. വളരെ ശ്രദ്ധിക്കാനുണ്ട്. ഇങ്ങനെയൊക്കെ ചോദ്യം ഇവിടെ പെടാത്തത് എന്നുള്ളത് നമ്മൾ അശ്രദ്ധയിൽ പെട്ടതാണെന്ന് വായിച്ചു പോയാൽ നമ്മൾ ഉത്തരം തെറ്റുട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. പെടാത്തത് സൂറത്ത് ഓതൽ, ഫാത്തിഹ ഓതൽ, സുജൂദ് ചെയ്യൽ. എന്താണ്? ഫാത്തിഹ ഓതലും സുജൂദിലൊക്കെ നിർബന്ധമാണ് അല്ലേ? അപ്പോൾ ഫർള് എന്താണ്? ഫർളിൽ പെടാത്ത എന്താണ്? സൂറത്ത് ഓതലാണ്, ഇത് സുന്നത്താണ് അല്ലേ? ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ശ്രദ്ധിച്ചുകൊണ്ട് ചോദ്യങ്ങൾ വായിക്കട്ടോ. അദാനിൻ്റെയും ഇഖാമത്തിൻ്റെയും വാചകങ്ങൾ സ്വപ്നം കണ്ടു. ആരാണ് സ്വപ്നം കണ്ടത്? അബ്ദുല്ലാഹിബ്നു സൈദ് റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു, സഹാബികൾ. ആരാണ് സ്വപ്നം കണ്ട ആളാരാണ്? അബ്ദുല്ലാഹിബ്നു സൈദ് റളിയല്ലാഹു അൻഹു അല്ലേ? പിന്നെ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു, ബാങ്ക് വിളിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. പിന്നെ ഈ നബിയുടെ കാലത്ത് പ്രളയത്തിൽ കഅബ തകർന്നു. ആരെ കാലത്താണ് പ്രളയത്തിൽ കഅബ തകർന്നത്? ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത്, നൂഹ് നബിയുടെ കാലത്ത്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത്. ആരുടെ കാലത്താണ്? നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്താണ് പ്രളയം ഉണ്ടായിരുന്നത് അല്ലേ? പിന്നെ പുതുക്കിപ്പണിത ആൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. കൂടെ ആരുണ്ടായിരുന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. 5 വക്ത് നിസ്കാരം നിർബന്ധമാക്കിയ മാസം ഏതാണുള്ള ചോദ്യമാണ്. അടുത്തത് റമളാൻ, ദുൽഹജ്ജ്, റജബ് എന്നാണ് നിർബന്ധമാക്കിയത്. റജബ് മാസമാണല്ലേ? 27-ന് മിഅ്റാജിൻ്റെ രാത്രിയിൽ അല്ലേ? ഒക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കട്ടോ. അടുത്ത ചോദ്യം ഉള്ളത് എന്താണ്? ശരി ഉത്തരം. ശരീരം മുഴുവൻ ഔറത്താണ്. ആർക്കാണ് ശരീരം മുഴുവൻ ഔറത്തുള്ളത്? പുരുഷന്മാർക്ക്, സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്. ആരതാണ്? പറഞ്ഞു നോക്കൂട്ടോ. നമ്മൾ ശരിയുടേതിന് മുമ്പ് തന്നെ പറഞ്ഞു നോക്കൂ. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് അറിയാലോ. ആർക്കാണ്? സ്ത്രീകൾക്കാണ് അല്ലേ? അതുപോലെ തന്നെ വലത് കാൽ വെച്ച് പുറത്തിറങ്ങണം. വീട്ടിൽ നിന്ന്, മസ്ജിദിൽ നിന്ന്, ടോയ്ലറ്റിൽ നിന്ന് അല്ലേ? എവിടെ നിന്നാണ് വലത് കാൽ വെച്ച് പുറത്തിറങ്ങേണ്ടത്? ടോയ്ലറ്റിൽ നിന്നാണ് അല്ലേ? മസ്ജിദിൽ നിന്നും പള്ളിയിൽ നിന്നൊക്കെ ഇടത് കാൽ വെച്ചാണ് പുറത്തിറങ്ങേണ്ടത്. പക്ഷേ അതിലേക്ക് കയറുന്ന സമയത്ത് വലത് കാൽ വെക്കണം. അപ്പോൾ നല്ല കാര്യങ്ങളിലേക്കാണ് കയറുന്നതെങ്കിൽ വലത് കാൽ വെച്ച് കയറണം, ഇടത് കാൽ വെച്ച് ഇറങ്ങണം അല്ലേ? മോശമായ സ്ഥലമാണെങ്കിൽ ഇടത് കാൽ വെച്ച് കയറി വലത് കാൽ വെച്ച് ഇറങ്ങുക. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെ നമുക്ക് ഓരോ കാര്യം ഏതാണെന്ന് മനസ്സിലാക്കിയാൽ മതിയല്ലോ. പിന്നെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് ഉറങ്ങുക, കുളിക്കുക, മൂക്കിൽ മരുന്നുറ്റിക്കുക. ഉറങ്ങിയാൽ നോമ്പ് മുറിയില്ല നമുക്കറിയാം. കുളിച്ചാൽ നോമ്പ് മുറിയില്ലല്ലേ? മൂക്കിൽ മരുന്നുറ്റിച്ചാൽ നോമ്പ് മുറിയും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കട്ടോ. മറ്റൊന്ന് കിബിലക്ക് നേരെ തിരിയൽ നിസ്കാരത്തിൻ്റെ എന്താണ്? കിബിലക്ക് മുന്നിടുക എന്നുള്ള നിസ്കാരത്തിൻ്റെ ഫർളാണ്, ഷർത്താണ്, സുന്നത്താണ്. എന്താണ്? ഫർളുകൾ 14 അതിൽ കിബിലക്ക് മുന്നിടുക എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലേ? അപ്പോൾ എന്താണ്? ഷർത്താണ് ഷർത്താണ് കേട്ടോ. ഷർത്തും ഫർളുകളും മാറിപ്പോകരുതേ. പിന്നെ സൂര്യൻ അസ്തമിച്ചാൽ സമയം തുടങ്ങുന്ന നിസ്കാരം. ഏത് നിസ്കാരമാണ് സൂര്യൻ അസ്തമിച്ചത് മുതൽ തുടങ്ങുന്നത്? അസർ, ഇശാ, മഗ്രിബ്. ഏതാണ്? മഗ്രിബ് നിസ്കാരമാണ് സൂര്യൻ അസ്തമിച്ചത് മുതൽ തുടങ്ങുന്നത് അല്ലേ? ഈ രൂപത്തിൽ 10 ചോദ്യങ്ങളാണ് ഒരു ചോദ്യപേപ്പറിൽ ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു ചോദ്യപേപ്പറിൽ ഈ രൂപത്തിൽ ടിക്ക് ഇടാനുള്ള ചോദ്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് നോക്കാം. കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. 5 വക്ത് നിസ്കാരം നിർബന്ധമാക്കിയത് നുബുവത്തിൻ്റെ 10-ാം വർഷം, 12-ാം വർഷം, 11-ാം വർഷം. ഏത് വർഷമാണ്? നേരത്തെ നമ്മൾ പറഞ്ഞു ഏത് ദിവസമാണെന്നുള്ള നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അതെന്താണ്? ഏത് മാസമാണെന്ന് പറഞ്ഞു. ഏത് വർഷമായിരുന്നു? 11-ാമത്തെ വർഷമായിരുന്നു കേട്ടോ. ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? പിന്നെ ഈ വസ്ത്രം ധരിക്കുന്നത് നല്ല സംസ്കാരമല്ല. ഏത് വസ്ത്രത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത്? ഇറുകിയത്, കട്ടിയുള്ളത്, ലൂസുള്ളത്. ഏതാണ് നല്ല സംസ്കാരമല്ല എന്ന് പറഞ്ഞത്? ഇറുകിയ വസ്ത്രം ധരിക്കൽ നല്ല സംസ്കാരമല്ല എന്നാണല്ലേ പറഞ്ഞത്. പിന്നെ അദാനും ഇഖാമത്തും സ്വപ്നം കണ്ട സ്വഹാബി. നേരത്തെ നമ്മൾ കണ്ട ചോദ്യം തന്നെയാണ്. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു. ആരാണ്? അബ്ദുല്ലാഹിബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ആണ് കേട്ടോ. പിന്നെ നിസ്കാരത്തിൻ്റെ ഫർളുകളിൽ പെട്ടതാണെന്ന് ചോദിട്ടോ. സൂറത്ത് ഓതൽ, ഫാത്തിഹ ഓതൽ, വജ്ഹത്ത് ഓതൽ. എന്താണ്?
ഫാത്തിഹ ഓതലാണല്ലേ ഫർലായത്. ഇത് രണ്ടും സുന്നത്താണ്. അപ്പോൾ പെട്ടതാണോ പെടാത്തതാണോ എന്താണെന്നുള്ള നമ്മൾ ചോദ്യം കൃത്യമായിട്ട് വായിക്കണം കേട്ടോ. പിന്നെ റമളാനിലെ ആദ്യത്തെ 10 നാളുകൾ റഹ്മത്ത്, പാപമോചനം, നരകമോചനം. ആദ്യത്തെ 10 ഏതാ? നേരത്തെ നമ്മൾ അവസാനത്തെ 10 പറഞ്ഞു അല്ലേ? ആദ്യത്തെ 10 റഹ്മത്തിൻ്റെ 10 അല്ലേ? അനുഗ്രഹം ചൊരിയുന്ന 10. അപ്പോൾ നമ്മളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടുത്തൊരു ചോദ്യം, സ്വർഗത്തിൽ റയ്യാൻ എന്ന കവാടം അല്ലേ? സ്വർഗത്തിൽ റയ്യാൻ എന്ന കവാടം എന്ന പ്രത്യേക കവാടം ഹാജിമാർക്കുള്ളതാണ്, നോമ്പുകാർക്കുള്ളതാണ്, നിസ്കരിക്കുന്നവർക്കുള്ളതാണ്. ആർക്കുള്ളതാണ്? നോമ്പുകാരെ കുറിച്ച് പറഞ്ഞതാണ് അല്ലേ റയ്യാൻ എന്ന കവാടത്തെക്കുറിച്ച് പറഞ്ഞത്. അടുത്ത ചോദ്യം എന്താ? ഇടതുകാൽ വെച്ച് പ്രവേശിക്കണം. ടോയ്ലറ്റിലേക്ക്, വീട്ടിലേക്ക്, മസ്ജിദിലേക്ക്. എന്താണ്? ടോയ്ലറ്റിലേക്കാണ് അല്ലേ? വീട്ടിലേക്കും മസ്ജിദിലേക്കൊക്കെ വലത് കാൽ വെച്ചാണ് പ്രവേശിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ടോയ്ലറ്റ് ശരി അടയാളപ്പെടുത്തുന്നു. പിന്നെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഔറത്താണ്. ആരതാണ്? പുരുഷൻ്റെ, കുട്ടിയുടെ, സ്ത്രീയുടെ. നേരത്തെ നമ്മൾ പറഞ്ഞു തന്നെയാണ് എന്താണ്? സ്ത്രീയുടെ എല്ലാ ഭാഗവും ഔറത്താണ് അല്ലേ? അടുത്ത ചോദ്യം, സൂര്യൻ അസ്തമിച്ചാൽ സമയം ആരംഭിക്കും. ഏതാണ്? അസർ, മഗ്രിബ്, ഇശാ. അസ്തമിച്ചാൽ ഏതാണ്? മഗ്രിബാണ് അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ചോദ്യം തന്നെയാണ് കേട്ടോ. ഓക്കെ. അദാൻ കേൾക്കുമ്പോൾ സംസാരിച്ചാൽ എന്താണ് ഉണ്ടാവുക? മരണം മോശമാകും, പഠനം മോശമാകും, ആരോഗ്യം മോശമാകും. എന്താണ്? മരണം മോശമാവുന്നതാണ് ശരി. നമ്മൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടുത്തതായിട്ട് വരുന്ന ചോദ്യങ്ങൾ ചേരുമ്പടി ചേർക്കുക എന്നുള്ള ചോദ്യമാണ്. വളരെ ശ്രദ്ധിച്ചുകൊണ്ട് എഴുതണം കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട ചോദ്യം ഉണ്ടല്ലോ, ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക എന്നുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ ചേരുമ്പടി ചേർക്കുക എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉത്തരം നമുക്കവിടെ തന്നിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് ചെയ്താൽ മതി, ഏതാണെന്നുള്ളത് കറക്റ്റ് തിരഞ്ഞെടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്തായാലും കിട്ടാവുന്ന മാർക്കുകളാണ്, നഷ്ടപ്പെടുത്താതിരിക്കുക. അപ്പോൾ 2 ഭാഗവും വായിച്ച് നോക്കുക. ഇജാബത്ത്, ഔറത്ത്, സൗമ്, അദാൻ എന്നിങ്ങനെയുണ്ട്. നിസ്കാരത്തിൽ മറക്കണം, സ്ത്രീകൾക്ക് സുന്നത്തില്ല, അദാൻ കേൾക്കുമ്പോൾ ചെയ്യണം, രക്ഷാകവചമാണ്. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. കഴിഞ്ഞ 2ാം ക്ലാസ്സിലൊക്കെ പരീക്ഷ എഴുതിയ ആളുകളായിരിക്കും. അതുകൊണ്ട് ചെയ്യുന്ന രൂപം സംശയം ഉണ്ടാവില്ല. എന്നാലും നമുക്കൊന്ന് പറയാം. നമുക്ക് ഒന്നാമത് വായിച്ച് നോക്കുക. ഒന്നാമത് ഇജാബത്ത്. ഇജാബത്ത് എന്തിനാണ്? എന്താണ് ഇജാബത്ത്? ഇപ്പുറത്തുമായി ബന്ധപ്പെട്ടതാണ്. അസാൻ കേൾക്കുമ്പോൾ ചെയ്യണം അല്ലേ? അദാൻ കേൾക്കുമ്പോൾ ചെയ്യണം എന്നുള്ളതാണ് ശരിയല്ലേ? അപ്പോൾ ഇവിടെ സി എന്നാണുള്ളത്. അപ്പോൾ ആ സി നമ്മൾ ഇവിടെ എഴുതി കൊടുക്കണം. ഇജാബത്തിന് നേരെ സി എന്ന് എഴുതി കൊടുക്കുന്നില്ലേ? അപ്പം അദാൻ കേൾക്കുമ്പോൾ ഇജാബത്ത് ചെയ്യണം. 2ാമത്തെ ചോദ്യം എന്താ? വായിച്ച് നോക്കുക. 2ാമത്തെ ചോദ്യം ഔറത്ത് എന്നുള്ളതാണ് അല്ലേ? ഔറത്ത് എന്താണ്? ഔറത്തിനെ കുറിച്ച് നമ്മൾ ഇപ്പുറത്ത് എന്താ ഉള്ളത്? നിസ്കാരത്തിൽ മറക്കണം അല്ലേ? നിസ്കാരത്തിൽ മറക്കണം എന്നുള്ളതാണ് ഔറത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇവിടെ ശരിയുള്ളത്. അപ്പോൾ അവിടെ ഏതാണുള്ളത് അത് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കുന്നു. അടുത്ത ചോദ്യം എന്താ? സൗം ഇല്ലേ? സൗം എന്നതാ? അസൗമു ജുന്നത്തുൻ ഇല്ലേ? സൗമ് നോമ്പ് രക്ഷാകവചമാണെന്ന് നമ്മൾ പഠിച്ചതാണ് അല്ലേ? അപ്പോൾ രക്ഷാകവചമാണെന്നുള്ളതാണ് അവിടെ ശരിയുള്ളത്. അപ്പോൾ ഡി എന്നുള്ളത് അതിന് ഇവിടെ എഴുതി കൊടുക്കുന്നു. അടുത്ത എന്താണ്? അദാൻ. അദാൻ എന്ന് അതിനിപ്പോൾ ഒരു ചോദ്യമുള്ളത് ബോണസാണ്. നമ്മളെപ്പോൾ പറയാറുണ്ട് ബോണസായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു മാർക്കാണ് അല്ലേ? സ്ത്രീകൾക്ക് സുന്നത്തില്ല. അപ്പോൾ എന്താ? ബി ആണുള്ളത്. അത് നമ്മളിവിടെ എഴുതി കൊടുക്കുന്നു, ബി. ഈ രൂപത്തിൽ നമ്മൾ കാര്യങ്ങൾ ശരിക്ക് തെറ്റില്ലാതെ എഴുതി കൊടുക്കുക. ഈ മുഴുവൻ മാർക്ക് നമുക്ക് ലഭിക്കണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ തെറ്റിപ്പോയാൽ, ഏതെങ്കിലും ഒന്ന് നമ്മൾ തെറ്റിയാൽ എന്തായാലും മറ്റൊരു ഉത്തരം കൂടി തെറ്റും എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ വളരെ സൂക്ഷിച്ചുകൊണ്ട് എഴുതി കേട്ടോ. മറ്റൊരു ചോദ്യപേപ്പറിൽ ചേരുമ്പടി ചേർക്കുക എന്നുള്ള ഭാഗം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ചേരുമ്പടി ചേർക്കുക. വിസർജനം കഴിഞ്ഞാൽ എല്ലാ സമയത്തും സമയമായാൽ ഉടനെ അദാൻ ഇഖാമത്ത് കേട്ടാൽ പുറത്ത് എന്തൊക്കെയുണ്ട്? നിസ്കരിക്കണം, ഇജാബത്ത് ചെയ്യണം, ഔറത്ത് മറക്കണം, ശുദ്ധീകരിക്കണം. എന്താണ്? നമുക്ക് വായിച്ചു നോക്കല്ലേ? ഓരോന്ന് വായിച്ചു നോക്കല്ലേ? എന്താണ്? വിസർജനം കഴിഞ്ഞാൽ. എന്താണ് വിസർജനം കഴിഞ്ഞാൽ വേണ്ടത്? അറിയണമല്ലേ? ശുദ്ധീകരിക്കണം എന്നുള്ളതല്ലേ? നമുക്കൊരു സംശയമില്ലാത്ത കാര്യങ്ങളാണ്. വിസർജനം കഴിഞ്ഞാൽ ശുദ്ധീകരിക്കണം, ഡി എന്ന് നമ്മളിവിടെ എഴുതി കൊടുക്കുന്നു കേട്ടോ. അടുത്തെന്താണ്? എല്ലാ സമയത്തും എന്താ ചെയ്യേണ്ടത്? എല്ലാ സമയത്തും ചെയ്യേണ്ടത് നിസ്കരിക്കണോ? വേണ്ട. എല്ലാ സമയത്തും നിസ്കാരം ഉണ്ടോ? ഇജാബത്ത് ചെയ്യണോ? വേണ്ടല്ലേ? ഔറത്ത് മറക്കണം. എല്ലാ സമയത്തും ഔറത്ത് മറക്കണം അല്ലേ? അപ്പോൾ സി ആണ് ഇവിടെ വേണ്ടത്. സി എന്ന് ഇവിടെ എഴുതി കൊടുക്കുന്നു. അടുത്തെന്താണ്? സമയമായാൽ എന്താ വേണ്ടത്? സമയമായാൽ ഉടനെ നിസ്കരിക്കണം അല്ലേ? സമയമായാൽ ഉടനെ നിസ്കരിക്കണം, എ ആണ് ഇവിടെ എഴുതി കൊടുക്കുന്നു. അടുത്തെന്താണ്? ഇഖാമത്ത്. അദാൻ ഇഖാമത്ത് കേട്ടാൽ എന്ത് ചെയ്യണം? ഇജാബത്ത് ചെയ്യണം അല്ലേ? അതൊന്നും സംശയമില്ല. ഇനി ഏതായാലും അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ഈ രൂപത്തിൽ ചേരുമ്പടി ചേർക്കുന്നത് വളരെ സൂക്ഷിച്ചുകൊണ്ട് ചെയ്യുക, തെറ്റിക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒന്ന് തെറ്റിയാൽ 2 പോകും കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് വരുന്ന ചോദ്യങ്ങൾ പൂരിപ്പിക്കുക എന്നുള്ള ചോദ്യങ്ങളാണ് അടുത്തതായിട്ട് വരിക. പൂരിപ്പിക്കുക. പാഠത്തിൽ നിന്ന് പല കാര്യങ്ങൾ ദിക്റുകളോ അല്ലെങ്കിൽ പാഠത്തിൻ്റെ ഓരോ വരികളോ അല്ലെങ്കിൽ പാഠത്തിൽ ഏതെങ്കിലും ആശയങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പൂരിപ്പിക്കാനുള്ള രൂപത്തിൽ ചോദിക്കും. നമുക്ക് നോക്കാം. അല്ലാഹുമ്മ ത്വഹിർ ഖൽബി ഡാഷ് വാസിം ഫർജി മിനൽ ഫവാഹിഷ്. എന്താണ്? ദിക്റാണല്ലേ? ശുദ്ധീകരിച്ച് കഴിഞ്ഞാലുള്ള ദിക്റാണ്. എന്താണ്? അല്ലാഹുമ്മ ത്വഹിർ ഖൽബി പറഞ്ഞു നോക്കിയാണ്. മിനൻ നിഫാഖി ഇല്ലേ? അല്ലാഹുമ്മ ത്വഹിർ ഖൽബി മിനൻ നിഫാഖി വാസിം ഫർജി മിനൽ ഫവാഹിഷ്. അടുത്തത് നുബുവത്തിൻ്റെ ഡേഷാം വർഷമാണ് നിസ്കാരം നിർബന്ധമാക്കിയത്. ഏതാ? നേരത്തെ നമ്മൾ കണ്ട ചോദ്യം തന്നെയാണ്. എന്താണ്? നുബുവത്തിൻ്റെ 11ാം വർഷമാണ് നിസ്കാരം നിർബന്ധമാക്കിയത്.
അടുത്തത് അദാൻ കേൾക്കുമ്പോൾ ഡാഷ് മരണം മോശമാകും. എന്താണ് അദാൻ കേൾക്കുമ്പോൾ എന്താ മരണം മോശം? നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ, ഓർമ്മ ഉണ്ടോ? എന്താണത്? അദാൻ കേൾക്കുമ്പോൾ സംസാരിക്കുന്നവരുടെ മരണം മോശമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. പിന്നെ കഅബ കാണുമ്പോൾ ഡാഷ് സ്വീകരിക്കപ്പെടും. എന്താണ് കഅബ കാണുമ്പോൾ എന്തോ സ്വീകരിക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. കഅബ കാണുമ്പോഴുള്ള ദുആ സ്വീകരിക്കപ്പെടും അല്ലേ. ഓർമ്മ ഉണ്ടല്ലോ. ഒക്കെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂട്ടോ. നമ്മൾ ചെയ്യണതിന് മുമ്പ് നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കൂ, കിട്ടുന്നുണ്ടോ നോക്കാമല്ലോ. ഇനി കിട്ടിയ ആളുകൾക്കൊന്ന് കമൻറ്റ് ചെയ്തൊക്കെ അറിയിച്ചോളൂ. ഇൻഷാല്ലാ നമുക്ക് വളരെ സന്തോഷമാണ് ഇങ്ങനെ കിട്ടുന്നുള്ള കാര്യങ്ങൾ പറയുമ്പം. ഇൻഷാല്ലാ അപ്പം നമുക്ക് അടുത്ത നോക്കാം. റമദാൻ ആഗതമായാൽ ഡാഷ് കവാടങ്ങൾ തുറക്കും. എന്താണ് റമദാൻ ആഗതമായാൽ ഏത് കവാടം തുറക്കും എന്ന് പറഞ്ഞത്? സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കും അല്ലേ. അടുത്ത ചോദ്യ പേപ്പറിൽ നമുക്ക് പൂരിപ്പിക്കുക എന്നുള്ള കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കാം. എന്താണ് ഉള്ളത്? ഉഫ്രാനക്കൽ ഹംദുലില്ലാഹില്ലദി ഡാഷ് അൽ അദാ വഅഫാനി. എന്താണ് ദിക്റാണ് അല്ലേ. ഉഫ്രാനക്കൽ ഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിയൽ അദാ അല്ലേ. അദ്ഹബ അന്നിയൽ അദാ ഇവിടെയൊക്കെ എഴുതുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അന്നിയ എന്നുള്ളത് കേട്ടോ. അദ്ഹബ അന്നിയൽ അദാ വഅഫാനി കേട്ടോ. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം അഖാമ അല്ലാഹു വ അദാമഹ വജഅലനി ഡാഷ്. എന്തായിരുന്നു? വജഅലനി മിൻ സ്വാലിഹി അഹ്ലിഹ എന്നാട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെയും ശ്രദ്ധിക്കാണ്ട് സ്വാലിഹി എന്നൊക്കെ ഉണ്ട്, അവിടെ ഹാ കഴിഞ്ഞിട്ടൊരു യാ ഉണ്ട്, ഒക്കെ ശ്രദ്ധിക്കട്ടോ. വജഅലനി മിൻ സ്വാലിഹി അഹ്ലിഹ. അടുത്ത ചോദ്യം എന്താ? സുബ്ഹി നിസ്കാരത്തിൻ്റെ സമയം ഡാഷ് മുതൽ സൂര്യോദയം വരെയാണ്. സുബ്ഹി നിസ്കാരത്തിൻ്റെ സമയം എപ്പോഴാണ്? ഓർമ്മയുണ്ടോ? സുബ്ഹി നിസ്കാരത്തിൻ്റെ സമയം ഫജർ സ്വാദിഖ് മുതൽ അല്ലേ. ഫജർ സ്വാദിഖ് മുതൽ അപ്പോൾ സൂര്യ ഉദയം വരെയാണ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പാഠഭാഗത്ത് പറഞ്ഞ അറബി വാക്കുകൾ ദിക്റുകളൊക്കെ നമ്മൾ കാണാൻ പഠിച്ചാൽ മാത്രം പോരാ, അതെന്ത് ചെയ്യണം? എഴുതാൻ കൂടി പഠിക്കണം കേട്ടോ. അതിൻ്റെ ശരിയായ എഴുത്ത് രീതി എങ്ങനെയെന്ന് കൂടി നമ്മൾ പഠിക്കണം. അടുത്തത് വർസുഖ്ന ഡാഷ് യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മിയാദ്. എന്താണ് വർസുഖ്ന? എന്തായിരുന്നു? ബാങ്കിൻ്റെ ശേഷമുള്ള ദുആ ആണ്. വർസുഖ്ന ശഫാഅതഹു യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മിയാദ് അല്ലേ. അല്ലാഹുമ്മ അടുത്തത് അല്ലാഹുമ്മ ത്വഹിർ ഖൽബി ഡാഷ് വഅസിൻ ഫർജി മിനൽ ഫവാഹിഷി. അല്ലാഹുമ്മ ത്വഹിർ ഖൽബി മിനൻ നിഫാഖി വഅസിൻ ഫർജി മിനൽ ഫവാഹിഷി അല്ലേ. അപ്പോൾ ഇത്തരം ദിക്റുകളൊക്കെ കിട്ടും എന്നുള്ളത് ഉറപ്പ് വരുത്തുന്നതോട് കൂടെ അത് എഴുതാൻ കഴിയുമെന്നുള്ളത് കൂടി ഉറപ്പ് വരുത്തുക കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് വരുന്ന ചോദ്യങ്ങൾ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക എന്നുള്ള ചോദ്യങ്ങളായിരിക്കും. ഒന്നാമത്തെ ചോദ്യം പുരുഷന്മാർക്ക് ഉത്തമമായ വസ്ത്രം ഏതെന്നുള്ളതാണ്. പുരുഷന്മാർക്ക് ഉത്തമമായ വസ്ത്രം ഏതാ? ഓർമ്മയുണ്ടോ? ഏതോ ഒരു വസ്ത്രത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് വെള്ള വസ്ത്രമാണ് അല്ലേ. വെള്ള വസ്ത്രം പുരുഷന്മാർക്ക് ഉത്തമമാണ്. രണ്ടാമത്തത് നിസ്കാരത്തിൻ്റെ ഫർദുകൾ എത്ര എന്നുള്ളതാണ് ചോദ്യമാണ്. നിസ്കാരത്തിൻ്റെ ഫർദുകൾ എത്ര ഓർമ്മയുണ്ടോ? പറഞ്ഞു നോക്കൂ. 14 നിസ്കാരത്തിൻ്റെ ഫർദുകൾ അല്ലേ. അടുത്ത ചോദ്യം റമദാനിലുള്ള പ്രത്യേക രാവ്. ഏത് രാവിനെക്കുറിച്ചാണ്? റമദാനിൽ ഒരു പ്രത്യേക രാവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏതാണ് രാവിൻ്റെ പേര് ഓർമ്മയുണ്ടോ? എന്താണ്? ലൈലത്തുൽ ഖദർ അല്ലേ. ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും അല്ലേ. അടുത്ത ചോദ്യം പറഞ്ഞു നോമ്പുകാർക്ക് സ്വർഗത്തിലെ പ്രത്യേക കവാടം അല്ലേ. നോമ്പുകാർക്ക് സ്വർഗത്തിലെ പ്രത്യേക കവാടം ഏതാണ് പറഞ്ഞത്? നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെയാണ് റയ്യാൻ അല്ലേ. അപ്പോൾ അതൊക്കെ എഴുതാൻ കൂടി നമുക്ക് അറിയണം കേട്ടോ. അടുത്തത് സംസാരിക്കാൻ പാടില്ലാത്തൊരു സ്ഥലം. എവിടെ നിന്നാണ് സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്? ഓർമ്മയുണ്ടോ? ഏതാണ്? പറയൂ. ടോയ്ലറ്റ് അല്ലേ. ടോയ്ലറ്റിൽ സംസാരിക്കാൻ പാടില്ല. അതുപോലെ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനുള്ള മറ്റൊരു ചോദ്യ പേപ്പർ നമുക്ക് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അന്ത്യനാളിൽ ഉന്നത ശീർഷരാകുമാർ. ആരെക്കുറിച്ച് അങ്ങനെ ഉന്നത ശീർഷരാകും എന്ന് പറഞ്ഞത്? ഓർമ്മയുണ്ടോ? മുഅദ്ദിനുകളിലെ ബാങ്ക് കൊടുക്കുന്ന ആളുകൾ അന്ത്യനാളിൽ ഉന്നത ശീർഷരാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അത്വലുന്നാസി എന്ന് പറഞ്ഞില്ലേ. പിന്നെ വൈകുന്നേരം സുമാർ 3 മണിക്കും 6 മണിക്കും ഇടയിലുള്ള നിസ്കാരം. ഏത് നിസ്കാരമാണ് 3 മണിൻ്റെയും 6 മണിൻ്റെയൊക്കെ ഇടയിലായിട്ട് വരാറുള്ളത്? ഓർമ്മയുണ്ടോ? പറഞ്ഞു നോക്കൂ. അസർ നിസ്കാരം. അതൊക്കെ നമ്മൾ നിസ്കരിക്കുന്ന കാര്യമായതുകൊണ്ട് നമുക്ക് അറിയാതിരിക്കാൻ പാടില്ല കേട്ടോ. അസർ നിസ്കാരമാണല്ലേ. അടുത്ത ചോദ്യം പുരുഷന്മാർക്ക് ഏത് വസ്ത്രമാണ് ഉത്തമം? നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ. ഏതാണ്? വെള്ള വസ്ത്രമാണ് പുരുഷന്മാർക്ക് ഉത്തമം. അടുത്ത ചോദ്യം സംസാരിക്കാൻ പാടില്ലാത്ത ഒരു സ്ഥലം. നേരത്തെ പറഞ്ഞു തന്നെയാണ് കേട്ടോ. ഏതാണ്? ഓർമ്മല്ലേ? ടോയ്ലറ്റ് അല്ലേ. അടുത്ത ചോദ്യം റമദാൻ മാസത്തിൽ ഒരു പ്രത്യേക രാവ്. അതും നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്. എന്താണ്? ലൈലത്തുൽ ഖദർ അല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച് വെക്കട്ടോ. അടുത്തതായിട്ട് നമുക്ക് വരുന്ന ചോദ്യങ്ങൾ ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങളാണ്. കുറച്ച് ഒരു വരി 1-2 വാക്കുകൾ നമ്മൾ കൂട്ടിച്ചേർത്ത് എഴുതേണ്ടതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം എന്താ? ടോയ്ലറ്റിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ചൊല്ലണം എന്താണ് ടോയ്ലറ്റിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ചൊല്ലേണ്ടത്? ഓർമ്മയുണ്ടോ? പറഞ്ഞു നോക്കൂ. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസി. അപ്പോൾ ഇത് കാണാതെ പഠിക്കുന്ന കൂട്ടത്തിൽ ഇത് എഴുതാൻ കൂടി നമ്മൾ ശീലിക്കുക. നമ്മളെവിടെയെങ്കിലും പുസ്തകത്തിലൊക്കെ 3-4 പ്രാവശ്യമൊക്കെ എഴുതി നോക്കിയിട്ട് ഇത് കിട്ടുന്നുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തുക. എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ.
അടുത്ത ചോദ്യം ഇഷാ നിസ്കാരത്തിൻ്റെ സമയം എപ്പോഴാണ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അസ്തമന ശോഭ മാഞ്ഞത് മുതൽ സുബഹി വരെയാണ് ഇഷായിൻ്റെ സമയം അല്ലേ. അടുത്ത ചോദ്യം ഹയ്യാലൽ ഫല എന്ന് കേൾക്കുമ്പോൾ എന്താ ചൊല്ലേണ്ടത്? ഹയ്യാല സ്വല ഹയ്യാലൽ ഫല എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് എന്ത് ചൊല്ലണം? ഓർമ്മയുണ്ടോ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം അല്ലേ. അതുപോലെ ഖദ് ഖാമത്തി സ്വല അല്ലാഹു അക്ബർ ഇതൊക്കെ എന്ത് പറയണ ഓരോ ബാങ്കിലെ ഓരോ പദങ്ങൾ പറയുന്ന സമയത്തും എന്താണ് മറുപടി പറയേണ്ടതെന്നുള്ളത് നമുക്ക് അറിയാൻ കേട്ടോ. നമ്മളിത് മാത്രം പഠിച്ചാൽ പോലെ മുഴുവൻ പഠിച്ചു വെക്കണം. പിന്നെ കഅബ നിർമ്മാണം പൂർത്തിയായപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനും ദുആ ചെയ്തു. എന്താണ് അവർ ദുആ ചെയ്തത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും എന്താണ് പറഞ്ഞു നോക്കൂ? റബ്ബന ഓർമ്മയുണ്ടോ? റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം. ഇതൊക്കെ പറഞ്ഞ മാതിരി എഴുതാൻ പഠിക്കണം കേട്ടോ. അടുത്ത ചോദ്യം എന്താണ്? ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. വീണ്ടും മറ്റൊരു ചോദ്യ പേപ്പറാണ്, നോക്കാം നമുക്ക്. ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവൻ എങ്ങനെ കിബിലക്ക് മുന്നിടണം? എങ്ങനെയാണ് മുന്നിടേണ്ടത്? ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്ന ആൾ എങ്ങനെ മുന്നിടണം പറഞ്ഞു നോക്കൂ. ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്ന ആൾ എങ്ങനെയാണ്? നെഞ്ചും മുഖവും കിബിലയിലേക്ക് നേരെയാക്കണം അല്ലേ. ഇതൊക്കെ അറബി മലയാളത്തിൽ എഴുതി പഠിക്കണം കേട്ടോ. അറബി മലയാളത്തിലാണ് എഴുതി പഠിക്കേണ്ടത്, മലയാളത്തിലല്ല. പിന്നെ വെള്ളമില്ലെങ്കിൽ എങ്ങനെ ശൗചം ചെയ്യണം? എങ്ങനെയാണ് വെള്ളമില്ലെങ്കിൽ ശുദ്ധീകരിക്കേണ്ടത്? നമ്മൾ എങ്ങനെ പറഞ്ഞത്? വൃത്തിയാകുന്ന രീതിയിൽ നജസ് വലിച്ചെടുക്കുന്ന കല്ല്, ടിഷ്യൂ പേപ്പർ പോലെയുള്ള കൊണ്ട് 3 തവണ എന്ത് ചെയ്യണം? നിബന്ധന പാലിച്ച് ശുദ്ധി വരുത്തണം അല്ലേ. അപ്പോൾ ആ കാര്യം നമുക്ക് എഴുതാൻ അറിയണം കേട്ടോ. നമുക്ക് അത്രയും ഒരു വലിയ വാചകമാണ്, അത് എഴുതാൻ നമ്മൾ പഠിക്കണം. അടുത്തത് എന്താണ് നിസ്കാരത്തിൻ്റെ തുമൈനീനത്ത്? നിസ്കാരത്തെ തുമൈനീനത്ത് എന്നുള്ള എന്താണെന്ന് പറഞ്ഞാൽ തുമൈനീനത്തിലെ അതെന്താണ് സംഭവം? ഓർമ്മയുണ്ടോ? ഒരു റുക്കിനിലേക്കുള്ള വരവും പോക്കും വേർതിരിയുന്ന വിധത്തിൽ നിശ്ചലമാകുന്നതിനാണ് എന്ത് പറയുക? തുമൈനീനത്ത് എന്ന് പറയില്ലേ. അപ്പോൾ എന്താണ് തുമൈനീനത്ത് എന്നുള്ളത് നമ്മൾ പഠിച്ചു വെക്കണം, അത് എഴുതാനും പഠിക്കണം കേട്ടോ. അടുത്ത റമദാൻ നോമ്പിൻ്റെ നിയ്യത്ത് എഴുതുക. റമദാൻ നോമ്പിൻ്റെ നിയ്യത്ത് എന്താ? ഓർമ്മയുണ്ടോ? നമുക്ക് റമദാൻ വരെയാണ്, അപ്പോൾ നോമ്പ് നോക്കേണ്ടി വരും. അപ്പം നിയ്യത്തൊക്കെ അറിയണ്ടേ? നമുക്ക് പറഞ്ഞു നോക്കൂ. നവൈതു സൗമ ഖദിൻ അൻ അദായി ഫർദി റമദാനി ഹാദിഹി സനത്തി ലില്ലാഹി തആല. അപ്പോൾ നമ്മളത് എഴുതാൻ കൂടി പഠിച്ചു വെക്കുക ഇൻഷാ അല്ലാഹ്. അടുത്തതായിട്ട് നമുക്ക് വരുന്നത് 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക എന്നുള്ള ചോദ്യമായിരിക്കും. വിസർജനത്തിൻ്റെ അദബുകൾ. എന്താണ് വിസർജനത്തിൻ്റെ അദബുകൾ? അപ്പോൾ അതുപോലത്തെ കാര്യങ്ങൾ ഒരുപാട് പാഠത്തിൽ പറഞ്ഞിട്ടുണ്ടാവും. കുറച്ച് 4-5 പോയിന്റുകൾ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുക. അപ്പോൾ ഇവിടെ നമ്മളൊരു 4-5 പോയിന്റുകൾ അത് എഴുതി കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. പാദരക്ഷ ധരിക്കുക, തല മറക്കുക, അള്ളാഹുവിൻ്റെ പേര്, റസൂലിൻ്റെ പേര് തുടങ്ങിയ ആദരണീയ വസ്തുക്കൾ വിസർജന സ്ഥലത്തേക്ക് കൊണ്ടുപോകാതിരിക്കുക. വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ദിക്ർ ചൊല്ലുക. അപ്പം ഞാൻ ദിക്ർ എന്താണെന്നുള്ളതും അതുപോലെ തന്നെ ഇറങ്ങുന്ന സമയത്തുള്ള ദിക്ർ അങ്ങനെയൊക്കെ എഴുതാം. നമുക്കൊരു 5 പോയിൻ്റെങ്കിലും കൂടെ വേണം. 5-6 മാർക്കിൻ്റെ ചോദ്യമാണ്, 5 വരി ഉണ്ടാവും. അത് പൂർത്തിയാക്കി എഴുതാൻ കഴിയുന്ന രൂപത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങളും പഠിച്ചു വെക്കട്ടോ. മറ്റൊരു ചോദ്യ പേപ്പറിൽ വന്നത് എന്താണ്? 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കാൻ പരിശുദ്ധ കഅബ എന്നുള്ളതാണ് ചോദ്യം വന്നത്. അപ്പോൾ അതിന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതാം. ഭൂമിയിലെ ആദ്യത്തെ ആരാധനാലയമാണ് പരിശുദ്ധ കഅബ. ആദം നബി അലൈഹി സ്വലാമിന് 7000 വർഷങ്ങൾക്ക് മുമ്പ് മലക്കുകൾ കഅബ തവാഫ് ചെയ്തിരുന്നു. കഅബ കാണുമ്പോഴുള്ള ദുആ സ്വീകരിക്കപ്പെടുമെന്ന് ഹദീസിലുണ്ട്. കഅബയാണ് നമ്മുടെ കിബിലയിലേക്ക് നേരെ തിരിയൽ നിസ്കാരത്തിൻ്റെ ഷർത്താണ്. ഈ രൂപത്തിൽ ആ 5 വരി നിറയുന്ന രൂപത്തിൽ ഒരു 5 പോയിൻ്റെങ്കിലും നമ്മൾ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ പാഠത്തിൽ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഒരുപാട് കുറച്ച് അധികം വിശദീകരണങ്ങൾ പറഞ്ഞ ഭാഗങ്ങളൊക്കെ നമ്മൾ നന്നായി പഠിക്കുക. അത് ഈ രൂപത്തിൽ എഴുതാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് വന്ന ചോദ്യങ്ങൾ. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് എഴുതി നോക്കുന്നത് പരിശീലിക്കുന്നത് വളരെ നല്ലതാണ്. അതിന് നമ്മൾ ഈ ആപ്പിലെ എക്സ്പ്ലോർ എന്നുള്ള ഭാഗത്ത് പോയി നോക്കിയാൽ പഴയ ചോദ്യ പേപ്പറുകളുടെ PDF-കളും കാണാൻ കഴിയും. അത് നോക്കിയിട്ടോ അല്ലെങ്കിൽ ഇത് പ്രിൻ്റ് എടുത്തിട്ടോ ഒക്കെ എഴുതി നോക്കിയാൽ വളരെയധികം ഉപകാരപ്പെടും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. അപ്പം ഇതേ രൂപത്തിലുള്ള ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയാൽ അത്തരം വീഡിയോകൾ നിങ്ങൾക്ക് നേരിടെ തന്നെ ലഭിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്.